ഹലോ, ഞാൻ ഇന്ന് ഈവനിങ് തൊട്ട് രാത്രി വരെയുള്ള ഒരു ചെറിയ മിനി വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നു, അവർ കുളിക്കാനൊക്കെ പോയി. അപ്പം ഞാൻ കുട്ടികൾക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടാറ്റോ ഓംലേറ്റും അതിൻ്റെ കൂടെ മാഗിയും ചീസൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. സാധാരണ അവർ ചോറാണ് കഴിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ചോറ് ഉണ്ടാക്കിയില്ല, ഹസ്ബൻഡ് ലഞ്ചിന് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ നോമ്പാണ്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വന്നാൽ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പൊട്ടാറ്റോ എടുത്തിട്ട് തൊലി കളയുന്നുണ്ട്. ഈ സമയം തന്നെ ഞാനൊരു ഇപ്പീൻ്റെ നൂഡിൽസ് ഉണ്ടായിട്ട് അത് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ വല്ലപ്പോഴും ഒരു തവണ മാത്രമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നൊരൈറ്റം. ഈ പ്രാവശ്യം ഞാൻ ഗ്രോസറി എടുക്കുന്ന സമയത്ത് കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂഡിൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ വാങ്ങിയില്ല, കാരണം കഴിഞ്ഞ തവണ വാങ്ങിയതിൻ്റെ ഒന്ന് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. എപ്പോഴും അല്ലല്ലോ, ഒരു ദിവസം അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ലാന്ന് കരുതി അങ്ങനെ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതവിടെ അതിൻ്റെ പൗഡറും വെള്ളമൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ തൊലി കളഞ്ഞ പൊട്ടറ്റോനെ ഒന്ന് നീര് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടുന്ന അത്ര ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ നൂഡിൽസ് ഉണ്ടാക്കുന്നത് വേറൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പൊട്ടാറ്റോ ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനൊപ്പം പിന്നെ എരിവിനാവശ്യമായ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നമ്മൾ സാധാ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ സവാള പച്ചമുളക് ചേർക്കാം. പക്ഷേ ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇത്ര മാത്രമേ ഈ ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ അവിടെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ പൊട്ടറ്റോ ഒരു സൈഡായപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം എൻ്റെ നൂഡിൽസ് അവിടെ ആവുന്നുണ്ട്. അപ്പോൾ മുട്ടൻ്റേത് ഞാൻ ഒന്ന് അടപ്പ് തുറന്നിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ആവാനുണ്ട്. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് ഇടണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു സൈഡ് ഞാൻ പറഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ആവാനുണ്ട്. അത് ആയിട്ടുണ്ടായിരുന്നു, ആ ഭാഗം ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഓംലേറ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഹെൽത്തിയാണ്, കാരണം പൊട്ടറ്റോവും എഗ്ഗും വരുന്നത്. പക്ഷേ ഈ മാഗി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഹെൽത്തി അല്ല എന്ന് പറഞ്ഞത്. കാരണം മാഗി ഈ നൂഡിൽസ് അത്ര വലിയ ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ റെഡിയായ നൂഡിൽസിനെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇതുപോലെ വെച്ചിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല, നമുക്ക് നൂഡിൽസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം, അതിൻ്റെ കൂടെ ഓംലേറ്റും കൊടുക്കാം. പക്ഷേ ഞാനൊരു ജസ്റ്റ് കുട്ടികൾക്കൊരു ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ആ നൂഡിൽസ് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് 2 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ്. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഈ ചീസ് ഉള്ളത് കൊണ്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ മൊസറല്ല ചീസും വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചീസും വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ച് വെച്ചിട്ട് ആ ചീസ് ജസ്റ്റ് ഒന്ന് മെൽട്ടാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയം ഞാൻ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പാലും അവിടെ ചൂടാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചീസ് ചെറുതായിട്ടൊന്ന് മെൽട്ടായി കണ്ടപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ടാക്കാൻ വേണ്ടിയിട്ട് പകുതിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ആ ഒരു ചട്ടകം വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓംലേറ്റൊക്കെ കട്ട് ചെയ്തിട്ട് 2 പേർക്കും ഒരുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കുട്ടികളുടെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ പാലും തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേക്കും കുട്ടികൾ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്കത് ടാബിൽ കൊണ്ടുവച്ച് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അവർ മദ്രസക്ക് ഇരുന്നു.
ഈ സമയം ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാൻ കടായി അപ്പമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എങ്കിലും പറയാം. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പച്ചരി ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് തേങ്ങയും നമ്മൾ ചോറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ കഷ്ണം സവാള, ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകമുണ്ട്, അതും ചേർത്തിട്ട് ഇത് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ എനിക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് തലേന്നത്തെ മീൻ കറി ഉണ്ടായിരുന്നു, മീൻ ചാറും മീൻ മുളകിട്ടതും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല കോമ്പിനേഷനാണ് ഈ കടായി അപ്പം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കട്ടെ. ഞാനിതാ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ഉമ്മ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കും, ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ആ കറിവേപ്പിലൊക്കെ അതിൽ നിന്ന് കഴിക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ കറിവേപ്പിലൊക്കെ നമ്മുടെ കണ്ണിനും മുടിക്കും ഒക്കെ നല്ല ഒരു ഇതാണല്ലോ. നമുക്ക് കറിയിൽ നിന്നൊക്കെ നമ്മൾ എടുത്ത് കളയുന്ന സാധനമാണല്ലോ. അപ്പോൾ കുട്ടികളെല്ലാം അങ്ങനെ ഇവിടുന്ന് കറിയിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അത് അതിൻ്റെ കൂടെ ആയിട്ട് അവർ കഴിച്ചു പോകും. അപ്പോൾ ഇത് ഉമ്മ പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കറിവേപ്പില ചെറുതായിരുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കല്ലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഈ മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് പരത്തി കൊടുക്കാം. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേൽഭാഗം ആറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആ തിരിച്ചിട്ട ഭാഗവും ആയിന്ന് കണ്ടപ്പോൾ ഞാൻ അതും എടുത്തിട്ട് വേഗം തന്നെ ഹോട്ട് പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഈ സമയം എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. മാഗി ഒന്നും ഇടാണ്ട് പൊട്ടറ്റവും മുട്ടയും വെച്ചിട്ടുള്ള ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതും അവിടെ സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും എൻ്റെ കടായി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കറി ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ മീൻ ചാറും മീൻ മുളകിട്ടതാണ്. അങ്ങനെ ഞാൻ വേഗം തന്നെ എനിക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ആ പൊട്ടറ്റോ ഓംലേറ്റും ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി, പിന്നെ ഒരു ഡേറ്റ്സ് കൊടുത്തു. അങ്ങനെ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്ത് ഞാൻ നോമ്പ് തുറന്നു. അപ്പോൾ ഞാൻ പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി വേഗം നോമ്പ് തുറന്നതിന് ശേഷം എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. ഈ പൊട്ടറ്റോ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കൂ. കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലേറ്റ് തന്നെയാണ്. പിന്നെ എൻ്റെ നോമ്പുറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ കിച്ചണിൽ പാത്രങ്ങളുണ്ടല്ലോ, ഡിന്നർ ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ ഓംലേറ്റ് ഉണ്ടാക്കിയതെല്ലാം ചായ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വേഗം തന്നെ കഴുകിയെടുക്കാൻ നിന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ പിന്നെ വേഗം പോയിട്ട് നിസ്കരിക്കാൻ നിന്നു. അങ്ങനെ നിസ്കാരവും മൗത്തൊക്കെ കഴിഞ്ഞു. പിന്നെ മോന് സ്കൂളിൻ്റെ പഠിക്കാനുണ്ടായിട്ട് അതൊക്കെ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിന്നു. അവരെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ നിന്നു. നമ്മൾ കടായിയപ്പവും മീൻ മുളകിട്ടതും ചാറൊക്കെ കൂടി കഴിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിതിൽ കാണിച്ച ആ പൊട്ടറ്റോ ഓംലേറ്റ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കടായിയപ്പം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.